മലപ്പുറം വാരിയക്കോട് കോഴി മാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ അപകടം 3 തൊഴിലാളികൾ മരിച്ചു. അസം സ്വദേശികളായ വികാസ് കുമാർ, സമദലി, ബിഹാർ സ്വദേശി ഹിതേഷ് ശരണ്യ എന്നിവരാണ് മരിച്ചത്. അപകടത്തെക്കുറിച്ച് ലേബർ കമ്മീഷണർ അന്വേഷണം നടത്തുമെന്നും നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. അപകടത്തിന് തൊട്ടുമുൻപ് തൊഴിലാളികൾ പ്ലാന്റിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. സംഭവസ്ഥലത്ത് നിന്നുള്ള പ്രതികരണത്തിലേക്ക് പോകാം. എന്താണ് സംഭവം പറഞ്ഞു കേൾക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എത്തുന്നതാണ്. രണ്ടുപേര് അത് ക്ലീൻ ചെയ്യാൻ, ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരാൾ ഇറങ്ങി ആൾ കാണാത്തതുകൊണ്ട് മറ്റു കൂടെയുള്ള രണ്ടുപേര് വന്ന് നോക്കുമ്പോൾ അവിടെ കിടക്കുന്നത് കണ്ടു. അപ്പോൾ എന്തെങ്കിലും ക്ഷീണം കൊണ്ട് കിടക്കുക എന്നുള്ള എനിക്ക് ഇവരെന്ത് ചെയ്തു, നേരെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങോട്ട് ഇറങ്ങിയതോടുകൂടി അവർ രണ്ടുപേരും ശ്വസിച്ച് അവരും അതിൽ കടന്നു. പിന്നെ ഇതെല്ലാം കുത്തിപ്പൊളിച്ചിട്ടാണ് അതിലേക്ക് കയറി അവരെ എടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. നമ്മുടെ പഞ്ചായത്തിൽ ബോർഡ് മീറ്റിംഗ് നടക്കുന്ന സമയങ്ങളിൽ ആംബുലൻസുകൾ ചീറിപ്പായുന്ന അടിസ്ഥാനത്തിൽ അന്വേഷിച്ചപ്പോഴാണ് കളപ്പാറ വാർഡിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഈ മാലിന്യ പ്ലാന്റിൽ ഇങ്ങനെ അപകടം നടന്നതായിട്ടുള്ള അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള 3 പേർക്ക് ദാരുണ അന്ത്യം സംഭവിച്ചതായിട്ട് അറിഞ്ഞിട്ടുള്ളത്. അതുപോലെ കോഴി മാലിന്യം കൊണ്ടുവന്നിട്ട് അത് പെല്ലറ്റുകൾക്കുള്ള പൊടി നിർമ്മിക്കുന്ന ഫാക്ടറി ആയിട്ടാണ്. അതിൽ വേസ്റ്റ് വെള്ളം നിൽക്കാനുള്ള ടാങ്ക് ക്ലീൻ ചെയ്യുന്ന അടിസ്ഥാനത്തിൽ, അതിൽ വാട്ടറിൻ്റെ ലെവൽ നോക്കുന്ന അടിസ്ഥാനത്തിലാണ് ഒരു തൊഴിലാളി പോരുകയും അവർ കാണാത്തവരും മറ്റൊരു തെരഞ്ഞു പോന്നിട്ടുള്ളതാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഈ റൂമിൽ അരീക്കോട് നിന്ന് സലാം മുഹമ്മദ് തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലാം, ഇത് എന്താണ് സംഭവം? ഈ ടാങ്കിൽ ഇറങ്ങി വൃത്തിയാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണോ അപകടമുണ്ടായത്? അമൃത, അരീക്കോട് വടക്കുംഭാഗത്തുള്ള ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ കാണാം. 2 പേർ ഈ പ്ലാന്റിനുള്ളിലേക്ക് കടന്നു പോകുന്നത്. ആദ്യഘട്ടത്തിൽ വികാസ് എന്ന് പറയുന്ന തൊഴിലാളിക്കാണ് ഈ പ്ലാന്റിലെ സംസ്കരണ ചുമതല ഉണ്ടായിരുന്നത്. അയാൾ ഇതിനുള്ളിലേക്ക് കയറിയ ഉടൻ തന്നെ ബോധം കെട്ട് വീണു എന്നുള്ളതാണ് മറ്റുള്ളവർ പറയുന്നത്. അതിനുശേഷം നോക്കാൻ വേണ്ടിയാണ് ഈ മറ്റു 2 തൊഴിലാളികൾ കൂടി ഇതിനുള്ളിലേക്ക് കടക്കുന്നത്. ആ കയറിപ്പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്ലാന്റ് പൂർണ്ണമായും സീൽ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു പക്ഷേ കൂടുതൽ അന്വേഷണങ്ങൾ ഇക്കാര്യത്തിൽ വേണമെന്നുള്ള ഒരു ആവശ്യം നാട്ടുകാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു അന്വേഷണത്തിലേക്ക് പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ ഈ പ്ലാന്റിനകത്തേക്ക് കയറി ഏതെങ്കിലും തരത്തിലുള്ള സംസ്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം 3 വർഷത്തിലൊരിക്കലോ മറ്റോ ഇതിനുള്ളിലേക്ക് കടന്ന് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന മാത്രമാണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ എന്തിനു വേണ്ടിയാണ് ഈ ഒരു സമയത്ത് ഇവർ കയറിപ്പോയത് എന്നുള്ള കാര്യം ഒരു സംശയാസ്പദമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ കൂടി പോലീസ് ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആരുടെയും നിർദ്ദേശപ്രകാരമൊന്നും ആയിരുന്നില്ലേ ഈ ജോലി? സലാം, അമൃത, അക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന്റെ അന്വേഷണത്തിലാണ് തെളിയേണ്ടത്. ഏതായാലും ഇവർ നാട്ടുകാർ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ 10:40 ഈ 2 പേർ, അതായത് നമുക്ക് CCTV ദൃശ്യങ്ങളിൽ കാണുന്നതും അത് തന്നെയാണ്. 10:40 വികാസ് അല്ലാത്ത മറ്റു 2 പേർ, ഈ മരണപ്പെട്ട തൊഴിലാളികൾ അകത്തേക്ക് കയറി പോകുന്ന ദൃശ്യം മാത്രമാണ് ഇപ്പോൾ പോലീസിന് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിൽ വികാസിനാണ് ഈ പ്ലാന്റിന്റെ ചുമതല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വികാസാണ് ഉള്ളിലുണ്ടായിരുന്നത്. അയാളെ ഈ കുറേ സമയം, അതായത് ഏതാണ്ട് 1 മണിക്കൂർ സമയത്തേക്ക് കാണാതായതിനെ തുടർന്നാണ് മറ്റു 2 തൊഴിലാളികൾ കൂടി ഇതിനുള്ളിലേക്ക് കടന്ന് എന്ത് പറ്റി എന്നുള്ളത് അന്വേഷിക്കുന്നതിന് വേണ്ടി ഉള്ളിലേക്ക് കടന്നത്. പിന്നീടാണ് ഈ 2 പേർക്കും, അതായത് പിന്നാലെ പോയ 2 പേർക്കും അപകടം സംഭവിച്ചത്. അങ്ങനെയാണ് 3 പേരും മരണപ്പെടുന്നത്. ഏതായാലും ഇത് ഈ കമ്പനിയുടെ, അതായത് ഈ പ്ലാന്റിന്റെ പ്രവർത്തനം സംബന്ധിച്ച് നാട്ടുകാർ ചില ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. കാരണം വലിയ ദുർഗന്ധം ഈ പ്രദേശത്തുണ്ടാകാറുണ്ട്. അങ്ങനെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉടമസ്ഥരെ സമീപിക്കുകയുണ്ടായി. എന്നാൽ ഉടമസ്ഥർ പറഞ്ഞത് വലിയ യന്ത്രങ്ങൾ ഈ സ്ഥലത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംസ്കരണത്തിന് വേണ്ടിയുള്ള കൂടുതൽ വിലപിടിപ്പുള്ള യന്ത്രങ്ങൾ എത്തിച്ചതിന് ശേഷം ഒരു പക്ഷേ അതായത് ഈ പ്ലാന്റിൽ നിന്നുള്ള ദുർഗന്ധം പൂർണ്ണമായി നിൽക്കുമെന്നുള്ളൊരു ആശ്വാസവചനം പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാർ, ഉടമസ്ഥർ നാട്ടുകാരുമായി അവരെ സമാശ്വസിപ്പിച്ചത്. എന്നാൽ പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ള കാര്യം നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പ്ലാന്റ് പൂർണ്ണമായും പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. ഈ 3 പേരുടെയും മൃതദേഹമുള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജിനുള്ളിലാണ്. ഇനി ഒരു പക്ഷേ പോലീസിന്റെ കൂടുതൽ അന്വേഷണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ തന്നെ പോലീസും കൂടാതെ ഈ പഞ്ചായത്ത് യോഗം ചേരുകയായിരുന്നു. ഈ ഊങ്ങാട്ടേരി പഞ്ചായത്തിനാണ് ഈ പ്രദേശം ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള